ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നും കുറച്ചധികം ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീടുകളിലെ ബാത്റൂം അല്ലാന്നുണ്ടെങ്കിൽ റൂം ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിരിക്കും നമുക്കെല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂമും അല്ലാന്നുണ്ടെങ്കിൽ ബാത്റൂമൊക്കെ എപ്പോഴും ഫ്രഷ് ആയിട്ടും നല്ല സ്മെല്ലോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിയുപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിലേക്ക് കുറച്ചധികം തന്നെ ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗ്രാമ്പൂ നല്ലോണം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇനി അതിലേക്ക് കുറച്ച് കംഫർട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കംഫർട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ബൗള് ഒന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ ഇതെല്ലാം കൂടി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് നല്ലൊരു സ്മെല്ലായിരിക്കും വരിക. ആ ഒരു ഗ്രാമ്പൂൻ്റെയും അതുപോലെ തന്നെ ആ ഒരു കംഫർട്ടിൻ്റെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ എല്ലാം ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാസ്കാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യാത്ത മാസ്ക്, പുതിയ മാസ്ക്. അപ്പോൾ ഈ ഒരു മാസ്കിൽ 3 ലെയറായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് മാസ്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ലെയർ എടുത്തിട്ട് ഇതുപോലൊന്ന് അതിൻ്റെ മുകൾ വശത്ത് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കവർ ചെയ്തിട്ട് അതിങ്ങനെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഒരു മാസ്കിൻ്റെ കയറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതുപോലൊന്ന് കവർ ചെയ്തെടുക്കാം. ഒന്നുകൂടി ചെറിയ ബൗളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇത് ബാത്റൂമിലോ അല്ലാന്നുണ്ടെങ്കിൽ റൂമിലൊക്കെ വെക്കാവുന്നതാണ്. നല്ല സ്മെല്ലായിരിക്കും. ബാത്റൂമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴൊക്കെ നമ്മൾ തുറന്ന് നോക്കുമ്പോഴൊക്കെ ഒരു അധികം ബാഡ് സ്മെല്ല് വരാതെ എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതും ഇതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിലെ ക്ലോസറ്റൊക്കെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സോപ്പാണ്. അപ്പോൾ ഏത് സോപ്പ് എടുക്കുക, സോപ്പ് എടുക്കുമ്പോൾ നല്ല സ്മെല്ലുള്ള സോപ്പ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു 2 ചെറിയ പീസ് അളവിൽ സോപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ മാസ്ക് തന്നെയാണ്. ഒരു മാസ്ക് എടുത്തിട്ടുണ്ട്. മാസ്കിൻ്റെ ഒരറ്റ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഒരു സഞ്ചി മാതിരി വേണം ഇങ്ങനെ കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതിപ്പോൾ കാണുമ്പോൾ ഒരു കവർ മാതിരി ഉണ്ടാവും. ഇനി നമുക്ക് അതിലേക്ക് ഈ ഒരു സോപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സോപ്പ് ഞാൻ ഈ ഒരു മാസ്കിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ടൂത്ത് പേസ്റ്റാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പേസ്റ്റ് എടുത്താലും മതി. ഞാനിപ്പോൾ കോൾഗേറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കോൾഗേറ്റ് നമുക്ക് അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സഞ്ചിയിലേക്ക്, അതായത് ഒരു കവറിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക ആ ഒരു സോപ്പിൻ്റെ കൂടെ തന്നെ. എന്നിട്ട് മാസ്കിൻ്റെ മറ്റു വള്ളി കൊണ്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ബാത്റൂമിൻ്റെ ഫ്ലഷ് ടാങ്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോയ്ലറ്റിലെ ഉപയോഗം കഴിഞ്ഞ് ഫ്ലഷ് അടിക്കുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു സഞ്ചി പോലെ ഇങ്ങനെ കിട്ടും. ഇനി നമുക്കിതാ ഞാനിതവിടെ ഈ ഒരു ഫ്ലഷ് ടാങ്ക് അതിലേക്ക് തുറന്ന് കൊടുത്തിട്ടുണ്ട്. തുറന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൊളുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നമ്മൾ യൂസ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഫ്ലഷ് അടിച്ച് കഴിഞ്ഞാലൊക്കെ നല്ല സ്മെല്ലായിരിക്കും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൗഡറാണ്. ഏത് പൗഡർ എടുക്കാം, നല്ല സ്മെല്ലുള്ള പൗഡർ തന്നെ എടുക്കാനായിട്ട് നോക്കുക. പൗഡർ ഇതുപോലെ ബാത്റൂമിൽ ഈ ഒരു ചുമരിൽ, അതായത് ടൈൽസിൽ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രം മതി. അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമൊക്കെ എപ്പോഴും നല്ല സ്മെല്ലോട് കൂടി തന്നെ കിട്ടും. ബാത്റൂമൊക്കെ തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ പഴയ പൗഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അതും നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കുഞ്ഞു ടിപ്പാണ്. ഇനി അടുത്ത ടിപ്പ്, അത് നമ്മുടെ സാധാരണ ക്ലോസറ്റിലൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റിയ പരമാവധി നമുക്ക് ഒരു പരിധി വരെ ഒരു ക്ലോസറ്റിലെ ബ്ലോക്കൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ്. ഒരു പാത്രത്തിലേക്ക്, അതായത് ഒരു പഴയ പാത്രം എടുക്കുക, ഒരു പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കല്ലുപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ചധികം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ആ ഒരു കല്ലുപ്പൊക്കെ നല്ലോണം അതിലൊന്ന് അലിയണം.
എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ യൂസൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതായത് ഇപ്പോൾ രാത്രിയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ യൂസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ക്ലോസറ്റിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ക്ലോസറ്റിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഒരു അര ബക്കറ്റോളം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ടൈമിലൊന്നും ഫ്ലഷ് അടിക്കരുത്. പിറ്റേന്ന് രാവിലെ വേണം ഫ്ലഷ് അടിക്കാനായിട്ട്. അങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയുള്ള ബ്ലോക്കൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ടും ഈസിയുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടിയും കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്